അപ്പോൾ ഹലോ ഗായ്സ്, നമ്മുടെ BGMAയിൽ സ്പോർട്സിൻ്റെ വിക്ടറി പെർഫോമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിലേക്ക് എൻ്റർ ആവുക, എന്തൊക്കെയാണ് അതിന് കിട്ടുക എന്നുള്ളതിൻ്റെ ഫുള്ളി വീഡിയോ ആണത്. നമ്മൾ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ് ചെയ്ത് വിടുക. പിന്നെ അതേമാതിരി നിങ്ങളുടെ BGMAൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ മാപ്പിലല്ല വരുന്നത്, ഇവൻറ്റിൻ്റെ മാപ്പിൽ തന്നെയാണ് വരുന്നത്. ഇവൻറ്റ് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ വെച്ചാൽ കുറേ ട്രോഫീൻ്റെ ഓരോ ഇതൊക്കെ കാണിക്കുക. അതായത് പോച്ചിങ്കിൻ്റെയും ഫെറാറി പേരിൻ്റെയും സെൻറ്ററിലുണ്ടാവും. അതേമാതിരി പിന്നെ ഒന്ന് ഇറങ്ങുന്നത് നമ്മുടെ ബോട്ടി യാർഡിൻ്റെയും ജോർജ് പോളിൻ്റെയും ഇടയിലുണ്ടാവും. പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ മറ്റേ സ്കൂളിൽ ഫാമിൻ്റെയും സെൻട്രലായിട്ട്. പിന്നെ ഒന്ന് അടുത്തത് വരുന്നത് മാൻഷൻ്റെ എന്നിങ്ങനെയുള്ള 4 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഈ ട്രോഫീൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നേരെ പോണത് മാൻഷൻ്റെ ആ ഭാഗത്തുള്ള ആ ട്രോഫീൻ്റെ ഒരു ഇവൻറ്റിലേക്കാണിത്. ഇവൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഗണ്ണോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കാൻ പോകണം. അപ്പോൾ നേരെ എൻട്രിങ് ആയി കഴിഞ്ഞാൽ വെച്ചാൽ ഇതിൽ ക്ലെയിം റിവാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നേരെ ലോഡിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുക വെച്ചാൽ ആകെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നേരെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നേരെ കയറി ചെന്ന് വെച്ചാൽ കുറേ റൗണ്ടും കാര്യങ്ങളും അതിൻ്റെ സെൻറ്ററിൽ കുറേ ഒരു ട്രോഫി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ടീമേറ്റ് അതേമാതിരി ലീവ് എന്നുള്ളത് കാണിക്കും. അപ്പോൾ നേരെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വീഡിയോ എൻട്രിങ് ആയി കാണും. ആ സംഭവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാഗൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിലൊരു ഗിഫ്റ്റിൻ്റെ ഒരു ചിഹ്നം കാണിക്കും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരാൾക്ക് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ ഇതിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ ലീവ് ആയിരിക്കുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും എക്സിറ്റ് ആയി നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും റിട്ടേൺ വന്ന് കയറി നിൽക്കും. പിന്നെ ഇതിനുള്ള ഒരിക്കലും ഗണ്ണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു നമ്മൾ ഗണ്ണ് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗണ്ണ് ബാക്കിലോട്ട് വരും. പിന്നെ അതേമാതിരി ഇതായിട്ട് അതേപോലെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഗണ്ണ് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ ഗായ്സ്. നിങ്ങളുടെ BGMൻ്റെ ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേമാതിരി ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ ഗായ്സ്.